ജോയിലി എന്ന് പറഞ്ഞ ചേട്ടനെ ഭയങ്കര ഒരു പരാതി ഇട്ടാ. നമ്മളെപ്പോഴും പോളോൻ്റെ മുന്നിൽ നിന്ന് വീടെടുക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ പോളോൻ്റെ മുന്നിൽ നിന്ന് വീടെടുക്കുന്നില്ല, നമുക്ക് പോളോ മാറ്റിയിട്ട് വേറെ കൊണ്ട് പിടിക്കാം. നമ്മുടെ ലോഞ്ചിൻ്റെ സ്കാനറാണ്ടാ നമ്മൾ പുതിയത് മേടിച്ചതാണ്. അപ്പോൾ ഒരു വണ്ടി സ്കാൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ തീർത്തിട്ടൊക്കെയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്തായി ഓക്കെ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ പോളോ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പസാറ്റ് പിടിക്കാം, ഫോക്സ്വാഗൺ പസാറ്റ് പിടിക്കാം. അതൊക്കെ പോളോയുടെ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കര കംപ്ലയിൻറ്റാണ്. പോളോ യൂസ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് പസാറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഫോക്സ്വാഗൺ പസാറ്റിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് ഡിലേ ആയിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ക്രാങ്ക് സെൻസറിൻ്റെ വയറിംഗ് പ്രശ്നമുണ്ടായിരുന്നു, അത് മാറ്റി അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ടൈമിംഗ് വ്യത്യാസം ഉണ്ടായിരുന്നു, ക്യാം സെൻസർ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റി സെറ്റാക്കിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ക്യാം സെൻസറിൻ്റെ വാല്യൂം അതുപോലെ ക്യാം ഷാഫ്റ്റിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വാല്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡാറ്റ സ്ട്രീം എടുത്തിട്ടാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കംപ്ലയിൻസ് ഒക്കെ കണ്ടുപിടിക്കാനും അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കാനേഴ്സ് ആവശ്യമാണ്. അപ്പോൾ സ്കാനറൊക്കെ ആവശ്യമുള്ളവരെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ഇട്ടോ, ഞാൻ അവരെ കോൺടാക്ട് നമ്പർ തരാം. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇത്ര ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ അവരുടെ നമ്പർ തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.